ഹായ് മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മൊഡ്യൂൾ 3 2016 അതുപോലെ തന്നെ 2022 വന്ന ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അത് ഉൾക്കൊള്ളിക്കാം. ഓക്കെ, അപ്പം നമുക്ക് 2016 നോക്കാം. ഞാൻ ആദ്യം തന്നെ ലാസ്റ്റ് നിന്നാണ് തുടങ്ങിയത് കേട്ടോ. അതായത് ആദ്യം 50ാമത്തെ ക്വസ്റ്റ്യൻ ആണ് സ്റ്റാർട്ട് ചെയ്തത്. 50ാമത്തെ ക്വസ്റ്റ്യൻ √x + √y = 1 ആയാൽ dy/dxൻ്റെ വില 1/4 1/4 എന്ന ബിന്ദുവിൽ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ ഡെറിവേറ്റീവ് കാണാം. എങ്ങനെ കാണുക? √xൻ്റെ ഡെറിവേറ്റീവ് എന്തിട്ടാ? 1/2 √x, √y 1/2 √y ഇൻറ്റു dy/dx = 1ൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0. ഓക്കെ, നമുക്ക് dy/dx മാത്രമാണ് ആവശ്യം. അപ്പോൾ ബാക്കി എല്ലാ ടൈമിനെയും നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ആദ്യം 1/2 √xനെ കൊണ്ടുപോയി, അതിനുശേഷം 1/2 √y കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? ഈ 2ഉം ഈ 2ഉം ക്യാൻസലായിപ്പോയി. നമുക്ക് √y/√x എന്ന് കിട്ടി. ഇനി നമുക്ക് ഏത് പോയിന്റിലാണ് കണ്ടുപിടിക്കേണ്ടത്? 1/4 1/4 എന്ന് പറഞ്ഞ പോയിന്റിലാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് എക്സിന് 1/4 ഇട്ട് കൊടുക്കുക, വൈക്കും 1/4 ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? -1 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അടുത്തത് 49ാമത്തെ ക്വസ്റ്റ്യൻ. ലാറ്റസ് റെക്റ്റത്തിൻ്റെ നീളം മുഖ്യ അക്ഷത്തിൻ്റെ, അതായത് മുഖ്യ അക്ഷം എന്ന് പറഞ്ഞാൽ മേജർ ആക്സിസ്, 1/3 ഒരു എലിപ്സിൻ്റെ എക്സെൻട്രിസിറ്റി എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ലാറ്റസ് റെക്റ്റത്തിൻ്റെ നീളം എങ്ങനെ കണ്ടുപിടിക്കുക? 2b²a അല്ലേ. മുഖ്യ അക്ഷത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 2a. അപ്പോൾ ലാറ്റസ് റെക്റ്റത്തിൻ്റെ നീളം മുഖ്യ അക്ഷത്തിൻ്റെ 1/3 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് 2b²a എന്ന് പറയുന്നത് 1/3 × 2a എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഈ 2ഉം ഈ 2ഉം ക്യാൻസലായി പോയി. ഈ 3നെ ഇങ്ങോട്ട് കൊടുത്തു, ഈ ആനെ ഇങ്ങോട്ട് കൊടുത്തു. അപ്പോൾ എന്ത് തോന്നുന്നു? 3b² = a² എന്ന് കിട്ടി. നമുക്കറിയാം b² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a² × 1 - e² ആണ്. ഏതിൻ്റെ കേസിൽ? എലിപ്സിൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ 3 × a² × 1 - e² = a² എന്ന് കൊടുത്തു. രണ്ടിലും കോമൺ ആയിട്ട് a² ഉണ്ട്. അപ്പോൾ a² കട്ട് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി എന്ത് കിട്ടും? 3 × 1 - e² = 1 എന്ന് കിട്ടും. 3നെ ഇങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ എന്ത് വരും? 1 - e² = 1/3 എന്ന് കിട്ടും. അതായത് e² = എന്ത് കിട്ടും? 1 - 1/3, അതായത് 2/3. നമുക്ക് ഈ അല്ല ആവശ്യം. അതായത് e = എന്ത് വരും? √2/3. ഓക്കെ, 48ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു പരാബോളയുടെ ശീർഷവും ഫോക്കസും യഥാക്രമം 0,4ഉം 0,2ഉമാണ് എങ്കിൽ പരാബോളയുടെ സമവാക്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ തന്നിരിക്കുന്നത് ശീർഷം വെർട്ടെക്സും ഫോക്കസുമാണ് തന്നിരിക്കുന്നത്. നാഭിയാണ് ഇവിടെ ഫോക്കസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ വെർട്ടെക്സും നമുക്ക് ഫോക്കസും തന്നിട്ടുണ്ട്. 0,4 0,2. അതായത് HK എന്ന് പറയുന്നതാണ് 0,4, അതുപോലെ 0A എന്ന് പറയുന്നതാണ് 0,2. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് വരച്ച് നോക്കാം. ലൈൻ വരച്ചു. 0,2 എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്, 0,4 എന്ന് പറഞ്ഞ പോയിന്റാണ്. അപ്പോൾ 0,4 എന്ന് പറഞ്ഞ പോയിന്റാണ് വെർട്ടെക്സ് എങ്കിൽ നമ്മൾ ഇവിടെ നിന്നായിരിക്കും പരാബോള വരയ്ക്കുക അല്ലേ. അപ്പോൾ പരാബോളയുടെ ഫോക്കസ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ പരാബോള എങ്ങനെയായിരിക്കും ഇരിക്കുക? താഴത്തോട്ടായിരിക്കും ഇരിക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെ വരുന്ന പരാബോളയുടെ ഇക്വേഷൻ എന്തായിരുന്നു? x² = -4ay അല്ലേ. അപ്പം അതന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. x² = -4ay. പക്ഷേ ഇവിടെ നമുക്കറിയാം വെർട്ടെക്സ് എന്ന് പറയുന്നത് HK എന്ന് പറയുന്നത് 0,4 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? x - h² = -4a × y - k. ഇതായിരിക്കും ഇവിടുത്തെ പരാബോളയുടെ സമവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക. a നമുക്കറിയാം 2 ആണെന്നറിയാം, k നമുക്ക് 4 ആണെന്നറിയാം, h നമുക്ക് 0 ആണെന്നറിയാം. ഒക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x² = -8y + 32. അപ്പോൾ അതിൽ നിന്ന് x² + 8y = എന്ത് കിട്ടി? 32. ഇത് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയാലാണ് കേട്ടോ അത് മനസ്സിലാവുള്ളൂ ഏത് ഇക്വേഷനാണ് നമ്മൾ എടുക്കുന്നതെന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് തെറ്റാനും സാധ്യതയുണ്ട് കേട്ടോ. 47ാമത്തെ ക്വസ്റ്റ്യൻ. ഏതെങ്കിലും ഒരു ബിന്ദുവിൽ നിന്നും xy = c² എന്ന ഹൈപ്പർബോളയിലേക്ക് വരയ്ക്കാവുന്ന പരമാവധി ടാൻജൻറ്റുകളുടെ എണ്ണം എത്രയാണ്? ഇതിൻ്റെ ആൻസർ 2 ആണ്. ഇതെന്ത് തരം ഹൈപ്പർബോളയാണ്? ഇത് റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയാണ് കേട്ടോ. റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയിലേക്ക് വരയ്ക്കാവുന്ന പരമാവധി ടാൻജൻറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ഇനി ഈ വർഷത്തിൽ ഞാൻ, അതായത് 2016 ഏതെങ്കിലും ക്വസ്റ്റ്യൻ വിട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് 2022 നോക്കാം. 28ാമത്തെ ക്വസ്റ്റ്യൻ. ക്ലോസ്ഡ് ഇൻ്റർവൽ 1e-യിൽ y = log x, y = log x² എന്നീ ഏകതങ്ങളുടെ, അതായത് ഫംഗ്ഷൻ വിസ്തീർണം പരിഗണിച്ചാൽ കൂടിയ വിസ്തീർണം ഏത് ഏകതത്തിനായിരിക്കും? അപ്പോൾ നമുക്കിവിടെ ഏരിയ ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഏരിയ കണ്ടുപിടിക്കുന്ന ഒരു കേസിൽ നമ്മൾ ഇൻ്റഗ്രേഷനാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്യുമ്പോൾ എവിടെ തൊട്ട് എവിടം വരെ? 1 തൊട്ട് e വരെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ രണ്ടിനെയും നമുക്ക് 2 ഫംഗ്ഷനെയും നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം.
ലോഗ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 1 to e വരെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇൻ്റഗ്രൽ 1 to e ലോഗ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ലോഗ് എക്സ് ഡി എക്സിനെ നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ടാണ് ചെയ്യുക. അതായത് ലോഗ് എക്സ് ഇൻറ്റു 1. അതിൽ ലോഗ് എക്സ് എന്ന് പറയുന്നതിന് ഫസ്റ്റ് ഫംഗ്ഷനും 1നെ നമ്മൾ സെക്കൻഡ് ഫംഗ്ഷനായിട്ട് എടുക്കും. അപ്പോൾ എങ്ങനെ നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുക? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ അല്ലേ? ഓക്കെ, അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇൻറ്റു ലോഗ് എക്സ് മൈനസ് 1. ഓക്കെ, നമുക്ക് ഈ വാല്യൂസ് ഇട്ട് കൊടുക്കുക. ആദ്യം ഇട്ട് കൊടുക്കുക, പിന്നെ 1 ഇട്ട് കൊടുക്കുക. നമുക്കറിയാം ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്. അപ്പോൾ 1 - 1 0. അപ്പോൾ ഇത് 0 ആയിപ്പോയി. ഇനി ലോഗ് 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ -1 × -1 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും? 1. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടി? 1 കിട്ടി. അടുത്തത് ഇൻ്റഗ്രൽ 1 to e ലോഗ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് ചെയ്യാം. ഇവിടെയും നമ്മൾ എന്താ ചെയ്യുക? ഇൻറ്റു 1 ഇട്ട് കൊടുത്തിട്ട് ഇൻ്റഗ്രൽ ബൈ പാർട്സ് വെച്ചിട്ടാണ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ ഇൻ്റഗ്രൽ ബൈ പാർട്സ് വെച്ച് ചെയ്യുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 1ൻ്റെ ഇൻ്റഗ്രേഷൻ എന്താ കിട്ടുക നമുക്ക്? എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ലോഗ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? 2 log x ഇൻറ്റു 1/x അല്ലേ? ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ എന്ത് വരും? എക്സ് ഡി എക്സ്. ഓക്കെ, ഇതിൽ നമുക്കറിയാവുന്നൊരു കാര്യം, ഈ 2നെ ഞാൻ പുറത്തേക്ക് എടുത്താൽ ഇവിടെ എന്താ ബാക്കി വരിക? ഇൻ്റഗ്രൽ ലോഗ് എക്സ് ഡി എക്സ് ആണ്. അത് ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? എക്സ് ലോഗ് എക്സ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് മൈനസ് 1 ആണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഡയറക്റ്റ് ഇവിടെ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. ഇ ഇട്ട് കൊടുക്കുക, പിന്നെ 1 ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇ -2 എന്നാണ് കിട്ടുക. ഈയുടെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 2.72 എന്ന് നമുക്ക് എടുക്കാം റൗണ്ട് ചെയ്തിട്ട്. അപ്പോൾ 2.72 - 2 ഏകദേശം എത്ര വരും? 0.72 ആണ് വരിക. പിന്നെ ഏതാ വലിയ വാല്യൂ എന്ന് പറയുന്നത്? 1 ആണ്. അപ്പോൾ ഏറ്റവും കൂടിയ വിസ്തീർണം ഏതിനായിരിക്കും? ലോഗ് എക്സിനായിരിക്കും. ഓക്കെ, കൂടിയ വിസ്തീർണം y = ലോഗ് എക്സിനായിരിക്കും. 37ാമത്തെ ക്വസ്റ്റ്യൻ, എഫ് ഫ്രം ആർ ടു ആർ എന്ന ഏകദം നിർവചിച്ചിട്ടുള്ളത് f of x = -x² ഇഫ് x <0, x² ഇഫ് x > 0 എന്നാണെങ്കിൽ ഏതാണ് ശരി? അതായത് 4 കണ്ടീഷൻ തന്നിട്ടുണ്ട്. എഫും എഫ് ഡാഷും ഡിഫറൻഷ്യബിൾ ആണ്. എഫോ എഫ് ഡാഷോ ഡിഫറൻഷ്യബിൾ അല്ല. എഫ് ഡിഫറൻഷ്യബിൾ ആണ്, എഫ് ഡാഷ് അല്ല. ഇവയൊന്നുമല്ല. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം എങ്ങനെയത് 0 എന്ന് പറഞ്ഞ പോയിന്റ് ഡിഫറൻഷ്യബിൾ ആണോ എന്ന് എങ്ങനെ കണ്ടെത്താറ്? ഇത് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എടുക്കുക, അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എടുക്കുക. രണ്ടും ഈക്വൽ ആണോ നോക്കുക. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് കിട്ടും. ഓക്കെ, രണ്ടും ഈക്വൽ ആയതുകൊണ്ട് എന്ത് പറയാം? എഫ് ഡിഫറൻഷ്യബിൾ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എഫ് ഡാഷ് ഡിഫറൻഷ്യബിൾ ആണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് മുൻപ് നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എഴുതുക. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്ത് കിട്ടും? -x ഇഫ് x <0, x ഇഫ് x > 0. ഇപ്പോൾ തൊട്ട് മുൻപ് ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 കണ്ടുപിടിക്കുക. അതായത് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് -1 കിട്ടും. റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ 1 കിട്ടും. ഇത് രണ്ടും ഈക്വൽ അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? എഫ് ഡാഷ് ഡിഫറൻഷ്യബിൾ അല്ല. അപ്പോൾ അതിൽ ഏതായിരിക്കും ശരി? സി. അതായത് എഫ് ഡിഫറൻഷ്യബിൾ ആണ്, എഫ് ഡാഷ് ഡിഫറൻഷ്യബിൾ അല്ല. ഓക്കെ, 3x² - 10xy + 3y² + 14x - 2y + 3 = 0 എന്ന സമവാക്യം പ്രതിനിധീകരിക്കുന്നത് എന്തിനെയാണ്? നമുക്കറിയാം ഇതെങ്ങനെ കണ്ടുപിടിച്ചാൽ മതി? b² - 4ac കണ്ടുപിടിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. എലിപ്സ്, വൃത്തം, പരാബോള, ഹൈപ്പർബോള. ഓക്കെ, അപ്പോൾ നമുക്കറിയാവുന്ന ഒരു സ്റ്റാൻഡേർഡ് ഫോം ഏതാ? ax² + bxy + cy² + dx + ey + f = 0. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ബിയും എയും സിയും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും കമ്പയർ ചെയ്താൽ ഇല്ലേ? അപ്പോൾ b² - 4ac കണ്ടുപിടിക്കുക. അപ്പോൾ എന്ത് വരും? -10² - 4 × 3 × 3. അതായത് ഇത് എന്തായാലും എന്താണ്? > 0 ആണ്. > 0 ആണെങ്കിൽ എന്താ? ഹൈപ്പർബോളയാണ്. 39ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ 0 to π/2 sin⁴x / cos⁴x + sin⁴x dx. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇത് ചെയ്യാനായിട്ടൊരു എളുപ്പവഴിയുണ്ട്. അതിൻ്റെ ഒരു ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇൻ്റഗ്രൽ 0 to π/2 ആണെങ്കിലാണ് കേട്ടോ. ഇൻ്റഗ്രൽ 0 to π/2 ഒന്നില്ലെങ്കിൽ ഒരു സൈൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു കോസിൻ്റെ ഫംഗ്ഷൻ മുകളിലിട്ടാ. മുകളിൽ ഒന്നില്ലെങ്കിൽ സൈൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ കോസിൻ്റെ ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ സൈൻ്റെ ഫംഗ്ഷൻ പ്ലസ് കോസിൻ്റെ ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് π/4 ആയിരിക്കും. ഓക്കെ, ഇവിടെ പവറൊക്കെ ഈക്വൽ ആണ് കേട്ടോ. ഇവിടെ 4 ആണെങ്കിൽ ഇവിടെയും 4 ആയിരിക്കും.
ഇവിടെ 3 ആണെങ്കിൽ ഇവിടെയും 3 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ 0 to pi by 2 sin raised to 4x by cos raised to 4x plus sin raised to 4x dx എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? pi by 4. ചെയ്ത് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കേസിൽ എന്ത് പറയാം? ഇവിടെ സൈനിലുള്ളതാണ്, ഇതിവിടെ കോസിലുള്ളതാണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to pi by 2 cos raised to 5x by sin raised to 5x plus cos raised to 5x എന്ത് വരും? pi by 4 എന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് പഠിച്ചു വയ്ക്കാട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ സൂചിപ്പിക്കുന്നവയിൽ x = 0യിൽ വ്യതിയാനത്തിൻ്റെ ബിന്ദു, അതായത് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഉള്ളത് ഏതിനാണ്? പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? f'' (x) 0 ആയിട്ട് എടുക്കും. അപ്പോൾ കിട്ടുന്ന പോയിന്റ് f'' ഇട്ട് കൊടുത്താൽ 0 കിട്ടാൻ പാടില്ല. അപ്പോഴാണ് നമ്മൾ എന്ത് പറയുക? ആ പോയിന്റിനെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയാം. നമുക്കറിയാം ഈ എക്സിനെ നമുക്ക് (' വരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എക്സിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 1 ആണ്, സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആണ്, തേർഡ് ഡെറിവേറ്റീവ് ഇല്ല. x² എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 2x ആണ്, സെക്കൻഡ് ഡെറിവേറ്റീവ് 2 ആണ്. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്തായാലും 0 ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി ഈ കേസിലാണെങ്കിൽ നമുക്കത് സാധിക്കും ഇല്ലേ? അപ്പോൾ x³ ഫസ്റ്റ് ഡെറിവേറ്റീവ് 3x² ആണ്, സെക്കൻഡ് ഡെറിവേറ്റീവ് 6x ആണ്. അപ്പോൾ നമുക്ക് 6x 0 ആയിട്ട് എടുക്കാൻ പറ്റും. 6x 0 ആയിട്ട് എടുത്താൽ x 0 കിട്ടും ഇല്ലേ? ഇനി ഇതിൻ്റെ തേർഡ് ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് വരും? x³ തേർഡ് ഡെറിവേറ്റീവ് എന്താ വരിക? 6 ആണ് വരിക അല്ലേ? അപ്പോൾ f''(0)യും എന്ത് തന്നെ കിട്ടും? നമുക്ക് = 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് എന്ത് പറയാൻ പറ്റും? y = x³ എന്തുള്ളത്? x = 0യിൽ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഉള്ളത്. ഓക്കെ, 42ാമത്തെ ക്വസ്റ്റ്യൻ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n raised to 1/n. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1 ആണ് കേട്ടോ. 44ാമത്തെ ക്വസ്റ്റ്യൻ, ലിമിറ്റ് x ടെൻഡിങ് ടു 0 sin x minus x by x³ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സൈന് 0 ഇട്ട് കൊടുത്താൽ sin 0 0 0 minus 0 0 0 0/0 ഫോം എന്ത് ചെയ്യും? എൽ ഹോസ്പിറ്റൽ റൂള് അപ്ലൈ ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കും രണ്ടിൻ്റെയും ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ sin x cos x, x-ൻ്റെ 1, x³ 3x². വീണ്ടും 0 ഇട്ട് കൊടുത്തപ്പോൾ cos 0 1 ആണ്, അപ്പോൾ 1 - 1 0 ആയി, 0/0 ഫോം കിട്ടി. വീണ്ടും ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കും. cos x-ൻ്റെ - sin x 1ൻ്റെ 0 ആയിപ്പോയി, 3x² 6x, 0 ഇട്ട് കൊടുത്തു. 0 ഇട്ട് കൊടുത്തപ്പോൾ വീണ്ടും നമുക്കെന്ത് കിട്ടും? 0/0 ഫോം. അടുത്ത ഡെറിവേറ്റീവ് എടുക്കും. -sin x-ൻ്റെ ഡെറിവേറ്റീവ് -cos x, 6x-ൻ്റെ ഡെറിവേറ്റീവ് 6. ഇനി 0 ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? cos 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, അപ്പോൾ -1 കിട്ടും. അപ്പോൾ -1/6 എന്ന് ആൻസർ കിട്ടും. -1/6 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ 2016-ലും 2022-ലും വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഞാൻ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.